വിനേഷ് കുമാർ നമ്മുടെ മുൻ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ആദ്യം ചോദിക്കൂ. അദ്ദേഹത്തിന് എന്താ പറയാനുള്ള കാര്യം? 4 കോടി എങ്ങാനും രൂപ കൊടുത്തിട്ട് നന്നാക്കിയ കെട്ടിടമാണ് ഇന്നലെ ഇടിഞ്ഞു വീണത് എന്നായിരുന്നു കോർപ്പറേഷൻ മേയർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഗുഡ് മോർണിംഗും പറഞ്ഞേക്കൂ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൻ്റെ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഉള്ളത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയാണ്. ഇപ്പോൾ ഇന്നലെ ഈ കെട്ടിടം തകർന്നു വീണതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ മേയർ വി രാജേഷ് പറയുന്നു ഇതിൻ്റെ ഉത്തരവാദി പഴയ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കാരണം 4 കോടി രൂപ ചെലവഴിച്ചിട്ട് പോലും ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോൾ തകർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതിന് സമാധാനം പറയേണ്ടത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ വസ്തുതകൾ മനസ്സിലാക്കാതെ ഉള്ള പ്രതികരണമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ പെട്ടതാണ്. ഇവിടെ ഈ അട്ടക്കുളങ്ങര സ്കൂൾ പഴക്കഞ്ഞ സ്കൂളാണ്. വളരെ 100 വർഷത്തോളം ഏതാണ്ട് പഴക്കഞ്ഞ സ്കൂളാണ്. ഒരു ഘട്ടത്തിൽ ഈ സ്കൂൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. അന്നവിടെ ഒരു കൂട്ടം ആൾക്കാരാണ്, പഴയ ഓൾഡ് സ്റ്റുഡൻസൊക്കെ സമരം ചെയ്താണ് വീണ്ടും തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് ഇപ്പോൾ അവിടെ ഏതാണ്ട് 70ഓളം വരുന്ന കുട്ടികൾ മറ്റോ ആണ് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് റൂംസിൻ്റെ കുറച്ചകലെയാണ് ഈ SSKയുടെ ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ കൈറ്റിൻ്റെ ജില്ലാ ഓഫീസായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇതവിടെ ഒരു ഇടയ്ക്ക് ഒരു റിപ്പയർ ചെയ്തിരുന്നു. അവിടെ റിപ്പയർ എന്ന് പറയുന്നത് 14 ലക്ഷം രൂപ ചിലവ് ചെയ്തൊരു റൂഫിൻ്റെ മെയിൻ്റെനൻസ് നടത്തിയിരുന്നു. അത് കാഡ്കോ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനമാണ് ആ റിപ്പയർ ചെയ്തിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു പഴയകാല ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും പൊളിഞ്ഞു വീണത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെ. അൺഫിറ്റ് ആണെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതല്ല ഈ ബിൽഡിംഗ്. അത് കോർപ്പറേഷനാണ് പറയേണ്ടത്. സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കോർപ്പറേഷനാണ്. കെട്ടിടത്തിൻ്റെ മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഇതിന്. അല്ല, അതെനിക്കറിയില്ല. അത് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടതാണ്. അത് മാത്രമല്ല, കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവസരത്തിൽ കുട്ടികളിരുന്ന് പഠിക്കുന്ന ഘട്ടത്തിന് വേണ്ടി മാത്രമല്ല, തൊട്ടപകടകരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അത് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മരം അപകടമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് മതിൽ അപകടകരമായി നിൽക്കുന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾ ഇൻ്റർവൽ ടൈമിന് ചിലപ്പോൾ ക്ലാസ് നടക്കാത്ത റൂംസ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇരുന്നാൽ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് അൺഫിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൊത്തം നോക്കിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷൻ തന്നെയാണ്. പൊളിച്ചു നീക്കേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റേണ്ടതാണെങ്കിലും അതെല്ലാം കോർപ്പറേഷനാണോ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ടത്? പൊളിച്ചു മാറ്റേണ്ട എല്ലാം കോർപ്പറേഷൻ്റെ കൗൺസിൽ കൂടി തീരുമാനിച്ചിട്ടാണ് ചെയ്യേണ്ടത് വരുന്നത്. ഏതെങ്കിലും ഒരു കെട്ടിടം അൺഫിറ്റായിട്ടോ അല്ലെങ്കിൽ പൊളിയാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷന് പെട്ടാണ്. സർക്കാരിന് ഇത് അറിയില്ലായിരുന്നു? കഴിഞ്ഞ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് ഇത് അൺഫിറ്റാണ് ഈ കെട്ടിടം എന്നുള്ളത് അറിയില്ലായിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിലൊരു സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. അതായത് ഇതിന് വായി തോന്നുന്ന തുകയൊക്കെയല്ലേ പറയുന്നത്. 15 ലക്ഷം രൂപയുടെ വർക്കാണ് അവിടെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ലക്ഷങ്ങൾ മേയർ പറഞ്ഞെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം അൺഫിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തോ ഇല്ലേ എന്നുള്ള വിവരം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 3, ഇത് തകരാറിലായിരിക്കുന്നത് കോർപ്പറേഷൻ എഞ്ചിനീയർമാർ, ബന്ധപ്പെട്ട സോണൽ ഓഫീസിലെ എഞ്ചിനീയർമാർ ഇത് പരിശോധിച്ച ശേഷം പൊളിച്ച് മാറ്റേണ്ടത് കോർപ്പറേഷനിലെ ഉത്തരവാദിത്തമാണുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ചുറ്റും ചെളിവാരി എറിയേണ്ട ഒരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രശ്നത്തിന് കുട്ടികളുടെ പ്രശ്നമാണ്. കുട്ടികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. കുട്ടികളുടെ ജീവൻ കൊണ്ട് അങ്ങനെ ഒരു പന്താടുന്നത് ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ മതിലും സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഒരു തകർച്ച നേരിടുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ അട്ടക്കുളങ്ങരയിൽ തകർന്നു വീണ ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ മതിലും അപകടാവസ്ഥയിലാണെന്ന വാർത്ത വരുമ്പോഴാണ് നമുക്കൊരു അമ്പരപ്പുണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.